ഒരു തീപിടുത്ത അപകടത്തെ തുടർന്ന് കത്തിപ്പടർന്ന തീ കെടുത്താനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ വീട്ടിലേക്ക് അഗ്നിരക്ഷാസേന പാഞ്ഞെത്തിയത്. രക്ഷാദൌത്യത്തിനിടെ കണ്ടെത്തിയത് ചാക്കിൽ കെട്ടിവെച്ചിരുന്ന കെട്ടുകണക്കിന് കത്തിക്കരിഞ്ഞ കറൻസി നോട്ടുകളാണ്. രാജ്യം ഞെട്ടിയ ആ കാഴ്ച ഇന്ന് ഇംപീച്ച്മെന്റ് നടപടികളിൽ എത്തി നിൽക്കുന്നു. ആരോപണം അന്വേഷിക്കാൻ സ്പീക്കർ ഓം ബിർള 3-അംഗ സമിതി രൂപീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു ഇംപീച്ച്മെന്റ് നടപടിക്ക് രാഷ്ട്രം സാക്ഷിയാകാൻ ഒരുങ്ങുമ്പോൾ ഈ വിഷയം RDX ചർച്ചയ്ക്കെടുക്കുകയാണ്. ആദ്യം RDX റാവ്. വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിലാണ് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾ ലോക്സഭയിൽ തുടങ്ങിയത്. വർമ്മയെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് 146 MP-മാർ നൽകിയ നോട്ടീസിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സ്പീക്കർ ഓം ബിർള 3-അംഗ സമിതി രൂപീകരിച്ചു. എത്രയും വേഗം സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ശേഷം ശുപാർശയിന്മേൽ നടപടിയെടുക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഭരണഘടനാ അനുച്ഛേദം 124(4) പ്രകാരമാണ് സ്പീക്കറുടെ നടപടി. തെളിവുകളും സാക്ഷികളെയും വിളിച്ചു വരുത്താൻ സമിതിക്ക് അധികാരമുണ്ടായിരിക്കും. സമിതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ റിപ്പോർട്ട് ലോക്സഭ അംഗീകരിക്കും. തുടർന്ന് MP-മാരുടെ പ്രമേയം വോട്ടിനിടും. ഇതേ നടപടികൾ രാജ്യസഭയിലും ആവർത്തിക്കും. നടപടി അനുകൂലിച്ച് ഇരുസഭകളിലും 3-2 MP-മാർ വോട്ട് ചെയ്താലേ പ്രമേയം പാസ്സാകൂ. മാർച്ച് 14-നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ജസ്റ്റിസ് വർമ്മയെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ജുഡീഷ്യൽ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമായി 3-അംഗ സമിതിയെ നിയമിച്ചു എന്നാണ് ലോക്സഭ സ്പീക്കർ ഓം ബിർള അറിയിച്ചത്. സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാർ 3-അംഗ സമിതിയുടെ അധ്യക്ഷനാണ്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദർ മോഹൻ, മുതിർന്ന അഭിഭാഷകൻ BV ആചാര്യ എന്നിവരും ഈ സമിതിയിലുണ്ട്. ഈ ഇംപീച്ച്മെന്റ് നടപടികൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 124(4) പ്രകാരമാണ് ഇംപീച്ച്മെന്റിനുള്ള നടപടിക്രമം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് 146 MP-മാരാണ്. 3 മാസത്തിനകം സമിതി ലോക്സഭാ സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകണം. തെളിവുകൾ ശേഖരിക്കാനും സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാനും സമിതിക്ക് അധികാരമുണ്ട്. ഇംപീച്ച് ചെയ്യാനാണ് ശുപാർശയെങ്കിൽ ലോക്സഭയിൽ കുറ്റവിചാരണ നടക്കും. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തന്റെ നിലപാട് പറയാനുള്ള അവസരവും വിചാരണയിലുണ്ടാവും. ജഡ്ജി കുറ്റക്കാരനെന്ന് കണ്ടാൽ ഇംപീച്ച് ചെയ്യാൻ പാർലമെന്റിന്റെ മുന്നിൽ 2 MP-മാരുടെ പിന്തുണ വേണം. യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്ന നിലപാടിൽ ഭരണ പ്രതിപക്ഷ MP-മാർ ഒരുമിച്ചുണ്ട്. ഇത് ദുരൂഹമായ ഒരു തീപിടുത്തമാണ്. 2025 മാർച്ച് 14-ന് നടന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലെ സ്റ്റോർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. കത്തിക്കരിഞ്ഞ നിലയിൽ കറൻസി നോട്ടുകൾ കണ്ടെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. കണ്ടെത്തിയ കെട്ടുകണക്കിന് പണം കണക്കിൽപ്പെടാത്തതാണ് എന്ന് സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് നൽകി. യശ്വന്ത് വർമ്മ വീട്ടിൽ കള്ളപ്പണം സൂക്ഷിച്ചതിന് തെളിവുണ്ട് എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. യശ്വന്ത് വർമ്മ അറിയാതെ വീട്ടിൽ പണം സൂക്ഷിക്കാനാകില്ല എന്നാണ് കണ്ടെത്തിയത്. സമർപ്പിച്ചത് 64 പേജുള്ള റിപ്പോർട്ടാണ്. 55 പേരുടെ മൊഴി രേഖപ്പെടുത്തി. യശ്വന്ത് വർമ്മയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. വർമ്മയുടെ പ്രതിരോധം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്യുകയാണ് യശ്വന്ത് വർമ്മ. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അന്വേഷണ സമിതി ആവശ്യത്തിന് സമയം നൽകുകയും അഭിപ്രായം തേടുകയും ചെയ്തു. ആ ഘട്ടത്തിൽ യശ്വന്ത് വർമ്മ എതിർപ്പ് അറിയിച്ചില്ല എന്നും സുപ്രീം കോടതി പറയുന്നു. സനീഷ്, ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് നടക്കുന്ന വിചിത്രമായ ഒരു സംഗതിയാണ്. രാജ്യത്തിൻ്റെ ഒരു ജഡ്ജിയെ ഈ നിലയ്ക്ക് ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തന്നെ പ്രതിനിധികൾ ഈ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള അനുഭവം ഇതുപോലെ തന്നെ സമാനമായ അനുഭവങ്ങൾ 5 ജഡ്ജിമാരെ ഇതുപോലെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഇംപീച്ച്മെൻറ്റിലേക്ക് പോയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അത് അവസാനിക്കായിരുന്നു. 3-2 ഭൂരിപക്ഷം വേണം ഇംപീച്ച്മെൻറ്റ് നടക്കണമെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അത് സാധ്യമാകുമെന്നാണോ കരുതുന്നത്? എന്താ സനീഷിന്റെ ഒരു തോന്നൽ? ഇതിനു മുമ്പ് 6 പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തവണ പക്ഷേ ഇംപീച്ച്മെന്റ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് വളരെ വ്യക്തമായ വിധം ഇദ്ദേഹം വലിയ കുഴപ്പം കാണിച്ചിട്ടുണ്ട് എന്ന് അത്രമേൽ വ്യക്തമാണല്ലോ. എന്ന് മാത്രമല്ല 146 MP-മാർ എല്ലാവരും കൂടെ വന്ന് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തതും ഇതുവരെ നടന്ന പ്രോസസ്സൊക്കെ നോക്കിയാൽ ഇയാൾ ഈ കുഴപ്പം ചെയ്തിട്ടുണ്ട്. പണം ഇങ്ങനെ കൈക്കൂലിയായി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. അതായത് ആദ്യം ഈ വാർത്ത വന്നപ്പോൾ ഭക്ഷണം ഓർമ്മയുണ്ടോ? അതായത് ആദ്യം ഈ വാർത്ത വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, മനുഷ്യർ പണം എടുത്തിട്ട്
സ്റ്റോർ റൂമിൽ ഇങ്ങനെ കെട്ടുകെട്ടായി വെച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ടിൻ്റെ കടലാസ് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയായിരിക്കുമല്ലോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അങ്ങനെയുള്ള ഇങ്ങനെ തീപിടുത്തത്തിൽ ഇത് കത്തിപ്പോകുന്നത്. അപ്പോൾ നോട്ട് നിരോധനമാണ് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. കാരണം നോട്ട് നിരോധനം എന്തിനായിരുന്നു? പലരും ഇപ്പം മറന്നുപോയിട്ടുണ്ട്. നോട്ട് നിരോധനത്തെക്കുറിച്ച് അതിലേക്ക് ആളുകളെ വലിയ സംഘർഷത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കൊക്കെ മനുഷ്യർ, ഇന്ത്യൻ സിറ്റിസൺസ് പോയത് എന്തിനായിരുന്നു? ഈ കള്ളപ്പണം എന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാ കാലത്തും ഇവരെല്ലാവരും പറഞ്ഞു കേട്ടിരുന്നത് ഈ കള്ളനോട്ട് വീട്ടിൽ വെക്കുക എന്ന പോലത്തെ പരിപാടികളൊന്നും ഇനി നടക്കില്ല എന്നാണ്. ഹർഷൻ ഓർമ്മയുണ്ടോ? നോട്ടിൽ ചിപ്പ് വെച്ചിട്ട് ഇപ്പോൾ എവിടെ വെച്ചാലും പിന്നെ പോലീസിനും സർക്കാരിനും ഒക്കെ ഇത് കിട്ടുമായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നോട്ട് കെട്ടുകളുണ്ടെങ്കിൽ ഈ നോക്കുന്ന പോലും കിട്ടുമെന്നാണ്. പക്ഷേ അപ്പോൾ അത് നടന്നിട്ട് ഒരുപാട് വർഷമായിട്ടില്ല. നോട്ട് നിരോധനം നടന്നിട്ട് ഒരുപാട് വർഷമായിട്ടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് കള്ളപ്പണം ജഡ്ജിയുടെ വീട്ടിൽ, ജഡ്ജി എന്ന് വെച്ചാൽ എന്താണിത്? ഏറ്റവും ഉന്നത നീതിന്യായ പീഠത്തിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് പണം വന്നിരിക്കുകയാണ്. എന്തിനാണ് പണം വന്നിരിക്കുന്നത്? അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളത് അറിയയില്ലല്ലോ. അവിടെ ഒരു തീപിടുത്തം പോലീസ് കണ്ടെത്തിയതല്ല, പ്രകൃതിയുടെ ഒരു കളി എന്ന പോലെ എങ്ങനെയോ തീപിടുത്തം ഉണ്ടായപ്പോൾ ആളുകൾ അറിഞ്ഞാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത എത്ര ജഡ്ജിമാർ ഏതൊക്കെ നിലക്ക് കൈക്കൂലി വാങ്ങിച്ചിട്ട് പണം വെച്ചിട്ടുണ്ടാകും എന്ന സംശയം നമ്മളെപ്പോലുള്ള സാധാരണ പൗരർക്ക് വെക്കാൻ പറ്റില്ലേ? എന്ന് മാത്രമല്ല, അപ്പോൾ ഇവർ ഈ പണം വാങ്ങിച്ചിട്ട് എത്രയൊക്കെ വലിയ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള കള്ളവിധികൾ പ്രസ്താവിക്കുന്നുണ്ടാകണം. അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മുടെ സംവിധാനങ്ങളെ, നമ്മുടെ പോലീസിനെ, നമ്മുടെ ഭരണകൂടത്തെ, പാവപ്പെട്ട പൗരരെ മുഴുവൻ അങ്ങേയറ്റം അന്ധരാക്കിയിട്ടുള്ള മഹാ തട്ടിപ്പല്ലേ ഇയാൾ നടത്തിയത്. ഉറപ്പായിട്ടും അയാൾ ഇമ്പീച്ച് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 തവണ, അതിൽ ഏതാണ്ട് 5 ഈ സാമ്പത്തിക അലിഗേഷൻ ആയിരുന്നു എന്നാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. 91-ലാണ് അത്ര ആദ്യ ഇമ്പീച്ച്മെൻ്റ് ശ്രമം. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വീണ്ടും വിശദമായിട്ട് പരിശോധിച്ചാൽ അറിയൂ. പക്ഷേ 91 വരെ ആ ഇമ്പീച്ച്മെൻറ്റ് ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഒരല്പം ധാർമ്മികത ആ കാലത്ത് വരെയെങ്കിലും ജഡ്ജിമാർക്കുണ്ടായിരുന്നു, ഉന്നത നീതിന്യായ പീഠത്തിലെ ആളുകൾക്കുണ്ടായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന സംശയം എനിക്കുണ്ട്. 91-ൽ ജസ്റ്റിസ് വി രാമസ്വാമിക്കെതിരെ അയാൾ പഞ്ചാബ് ഹരിയാന കോർട്ടുകളുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും നടത്തിയ സാമ്പത്തിക സംഗതിക്ക് പിന്നാലെയാണ് ഇമ്പീച്ച്മെൻറ്റ് വന്നത്. അവിടെ കോൺഗ്രസ് ആണ് അയാളെ സഹായിച്ചത്. കോൺഗ്രസിൻ്റെ MP സഭയിൽ ഹാജരായി, പക്ഷേ വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവിടെ പാർലമെൻറ്റിൽ സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം വോട്ട് വേണം അവർക്ക്. പിന്നീട് 2011 20 കൊല്ലത്തിന് ശേഷമാണ് സൗമിത്ര സെന്നിനെതിരെ ഇമ്പീച്ച്മെൻറ്റ് ശ്രമം വന്നത്. പിന്നീട് നമ്മൾ കേട്ടത് സജീവമായിട്ട് കേട്ടൊന്ന് ദീപക് കുമാർ മിശ്രയ്ക്കെതിരെ വന്നതാണ്. ഹർഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാം സജീവമായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ്. അതായത് 5 പ്രധാനപ്പെട്ട ജഡ്ജിമാർ വന്നിട്ട് ഈ കൊളീജിയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ ലോകം മുഴുവൻ ചർച്ചയായിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ദീപക് കുമാർ മിശ്രയ്ക്കെതിരെ ഇമ്പീച്ച്മെൻറ്റ് നീക്കം നടത്തി. അത് രാജ്യസഭാ സ്പീക്കറായിരുന്ന BJP നേതാവ്, അദ്ദേഹമാണ്, സ്പീക്കറാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇമ്പീച്ച്മെൻറ്റിലേക്ക് പോകാതെ തടഞ്ഞത്. അതെനിക്ക് തോന്നുന്നു അത് ന്യായമായിട്ടുള്ളൊരു നീക്കമായിരുന്നു സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതൊരു താത്വികമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അതിലെന്തെങ്കിലും സാമ്പത്തികമായിട്ടോ ഒരു സെക്ഷൽ അലിഗേഷൻ കേസ് കൂടെ ഉണ്ട് ഇതിനകത്ത് 6-ൽ. അപ്പോൾ ഈ അവസാനം പറഞ്ഞത് ദീപക് കുമാർ മിശ്രയ്ക്കെതിരെയുള്ളത് ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നമായിരുന്നു, മറ്റു തരത്തിൽ പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം എന്ന നിലക്കാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ചങ്ങാതി ചെയ്തിരിക്കുന്ന ഈ കുഴപ്പമെന്ന് വെച്ചാൽ വളരെ വലുതായിട്ടുള്ള കുഴപ്പമാണ്. അത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ ഇമ്പീച്ച്മെൻറ്റ് ശ്രമമെങ്കിലും രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നമ്പർ 1 ആയിരിക്കും, ആദ്യത്തേതായിരിക്കും അത്. പക്ഷേ ഈ ഇമ്പീച്ച് ശ്രമം പൂർണ്ണമായിട്ടും നടക്കട്ടെ, അയാൾ ഇമ്പീച്ച് ചെയ്യപ്പെടട്ടെ. ഇമ്പീച്ച് ചെയ്യപ്പെട്ട ജഡ്ജി എന്ന ചീത്തപ്പേരുമായിട്ട് അയാൾ ചരിത്രത്തിൻ്റെ ഒരു ചവറ്റുകുട്ടയിലേക്ക് എന്ന് പതിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഈ അഴിമതി എന്നത് എന്തായാലും നേരായ മാർഗത്തിലൊരു വിധി പറയാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ ഇത്തരത്തിൽ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും നീതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഈ പണം സമ്പാദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജുഡീഷ്യറി എന്തായാലും അഴിമതിയിൽ നിന്ന് മുക്തമല്ല എന്ന് ജുഡീഷ്യറിയുടെ ഭാഗമായി ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പം പല ജഡ്ജിമാരും തന്നെ ആ കാര്യം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട്. അങ്ങനെ നോക്കിയാൽ സാധാരണക്കാരൻ അവൻ്റെ ഏറ്റവും അവസാനത്തെ അത്താണിയായി ചെല്ലുന്നത് ജുഡീഷ്യറിയിലേക്കാണ്, ഭരണഘടനയിലേക്കാണ്. ആ ഭരണഘടന നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജുഡീഷ്യറിയെ സമീപിക്കുന്നത്. അപ്പോൾ അതിനെ ഈ മട്ടിൽ ഒറ്റുകൊടുക്കുന്ന ആളുകൾ അങ്ങനെ തുടരേണ്ടതില്ല ഈ സംവിധാനത്തിൽ എന്നുള്ളതാണ്. ഇതെങ്കിലും ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം ഒഴിവായി പോയിട്ടുണ്ട്. ഇതെങ്കിലും ഇംപീച്ച്മെൻറ്റിലേക്ക് പോകട്ടെ എന്ന് നമ്മൾ ആശിക്കാം. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളിൽ ഏറ്റവും നെടും തൂണെന്ന് ഏതെങ്കിലും ഒന്നിനെ വിളിക്കാനാകുമോ എന്നറിയില്ല. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ മാധ്യമങ്ങളും 4നും തുല്യ പ്രാധാന്യമുണ്ട്. പക്ഷേ മറ്റു 3 വളഞ്ഞാൽ പോലും ഒരന്തരാള ഘട്ടത്തിലും ഇളക്കമുണ്ടാകാൻ പാടില്ലാത്തത് ജുഡീഷ്യറിക്കാണ്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ചിലപ്പോൾ മാധ്യമങ്ങളും പാളം തെറ്റിയപ്പോഴോ അമിതാധികാരം കാട്ടിയപ്പോഴോ അതിനെ തിരുത്തി നയിച്ച ദീപസ്തംഭമാണ് ഇന്ത്യൻ ജുഡീഷ്യറി. നീതിദേവതയുടെ തൽസ്വരൂപമായാണ് നമ്മൾ സാധാരണക്കാർ ജുഡീഷ്യറിയെ കാണുന്നത്. അതിലെ ഒരു പുഴുക്കുത്തും അനുവദിക്കാവതല്ല.
ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നീതിപൂർണമായ ഇംപീച്ച്മെന്റ് നടക്കട്ടെ. ഇടവേളയിലേക്ക്.